ഹലോ എവ്രിബഡി, വെൽക്കം ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ ആഴ്ചകൾക്ക് ശേഷം, കുറേ മാസങ്ങൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ചാനലിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് മാറ്റി. ഇതിനു മുന്നേ എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം, ഞാൻ വ്ളോഗിങ് പിന്നെ കുക്കിംഗ് അങ്ങനത്തെ കുറേ പരിപാടികളായിരുന്നു. ഇപ്പോൾ ഞാൻ കണ്ടൻറ്റ് അത് കാണും, അതെന്തായാലും കാണും. അതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ആണ് ഇനിയും നമ്മുടെ ചാനൽ കൂടുതൽ റിവ്യൂസ്, പിന്നെ മൂവി റിവ്യൂ പ്ലസ് സീരീസ്, വെബ് സീരീസ്, അതിൻ്റെ റിവ്യൂസ്, പിന്നെ റിയാക്ഷൻ വീഡിയോ, ട്രെയിലർ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. ഇതിന് മുന്നേ ഞാൻ ഈ ചാനലിൽ ഹിന്ദി വീഡിയോസ് ആയിരുന്നു, ഹിന്ദി ലാംഗ്വേജിലായിരുന്നു ചാനൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും ഇതിൻ്റെ കൂടെ മലയാളം കൂടെ കാണും. ഓക്കെ, അപ്പം ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ലെറ്റസ് മൂവ് ടു ദി റിയൽ കണ്ടന്റ്. ലെറ്റസ് ടോക്ക് അബൌട്ട് ബക്രി 3. മനസ്സിലായില്ല? എടാ, ആട് 3നെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് മുന്നേ ആട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. 2015 ആദ്യമായിട്ട് ആട് എന്ന പടം ഇറങ്ങുന്നത്. പിന്നെ 2 വർഷം കഴിഞ്ഞ് 2017 അതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നത്. 9 വർഷങ്ങൾക്ക് ശേഷം, ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം, 2026 ആട് 3 എന്ന നെക്സ്റ്റ് പടം ഇറങ്ങുന്നത്. ആട് 3 ഈസ് ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്. റിട്ടണും പുള്ളി തന്നെയാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ വിജയ് ബാബു. യെസ്. പിന്നെ കാസ്റ്റിംഗ് ഒരു ഗംഭീരം കാസ്റ്റിംഗ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ അകത്തെ കാസ്റ്റിംഗ് ആണ് മെയിൻ. കാസ്റ്റിംഗ് ജയസൂര്യ, നമ്മുടെ ഷാജി പാപ്പൻ, പര പപ്പ ഷാജി പാപ്പൻ. എനിക്ക് തോന്നുന്നു പുള്ളി, ജയസൂര്യ ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ദിസ് ഫിലിം. പുള്ളിയാണ് ഈ പടത്തിൻ്റെ മേജർ ബാക്ക് ബോൺ. ഈ പടത്തിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് തൊട്ടേ ഉള്ള ഒരാളാണ്. ആൻഡ് ഷാജി പാപ്പൻ വേറെ ലെവലാണ്. ജയസൂര്യ ആസ് എൻ ആക്ടർ, ആസ് എ കൊമഡിയൻ, ആസ് എ പെർഫോമർ ഈ പടത്തിലൊരു വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. നമ്മുടെ വിനായകൻ, ഓഫ് മാൻ, ദിസ് ഇസ് ദ ഡ്യൂഡ്. വിനായകൻ മോനെ, മാസ് എന്ന് പറഞ്ഞാൽ മാസ്. പുള്ളി ഇത് ആട് 3 കാണുന്നതിന് മുന്നേ വിനായകനെ ഞാൻ കണ്ടത് കലം കവൽ എന്ന് പറഞ്ഞ പടമാണ്, മമ്മൂട്ടിയൊക്കെയുടെ. അതിൻ്റെ അകത്ത് ഗംഭീര പെർഫോമൻസ്. പുള്ളി ആസ് എ ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് ടൈം നമ്മൾ ആ ഒരു റോളിൽ കാണുന്നു. അതിന് മുന്നേ എനിക്കൊന്ന് ഞാൻ കാണുന്ന വിനായകൻ്റെ പടം ഈസ് ജയിലർ, രജനീകാന്തിൻ്റെ നമ്മുടെ ജയിലറിൻ്റെ അകത്ത് വിനായകൻ ആസ് എ വില്ലൻ. ആ ഒരു പടം കണ്ടിട്ട് നിങ്ങൾ നേരെ ഈ പടത്തിലേക്ക് വരൂ, ആട് 3 എന്ന് പറയുന്നത്. നിങ്ങൾ പറയും, ഇത് ആരാ, ഇത് ആ പുള്ളി തന്നെയാണോ ഈ പുള്ളി? കാരണം അജാതി ആക്ടിങ് ആണ് അതിൻ്റെ അകത്ത്. വേറെ ലെവൽ, ഇത് വേറെ ലെവൽ. അത് ഫുൾ വില്ലൻ റോള്, ഇത് ഫുള്ള് കോമഡി. അപ്പം നമ്മൾ ശരിക്കും ഓർത്തു, ഇത് എൻ്റെ അമ്മാതിരി ഗംഭീര ആക്ടിങ് ചെയ്ത് ഒരു വില്ലൻ, ഒരു കഥാപാത്രം. ഇപ്പം ഇവിടെ വന്നിട്ട് സാധാരണ ഭയങ്കര കോമഡി തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും. വിനായകൻ ആസ് എൻ ആക്ടർ ഗംഭീരം തന്നെ, ഗംഭീരം, വേറെ ലെവലാണ്. പുള്ളിൻ്റെ അകത്ത് ട്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വരുമ്പോഴേ വേറെ ലെവലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് സണ്ണി വെയിൻ, നമ്മുടെ സത്താൻ സേവിയർ. എനിക്ക് ആ പാട്ട്, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്താൻ സേവിയർ, സത്താൻ സേവിയർ, സത്താൻ സേവിയർ. ഓഹ്, വേറെ ലെവലാണ് സത്താൻ സേവിയർ. അല്ലെങ്കിൽ നമ്മുടെ സണ്ണി വെയിന് ഈ വട്ടം പുള്ളിയുടെ റോളും അടിപൊളി. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണെങ്കിൽ സണ്ണി വെയിൻ അല്ലെങ്കിൽ സാത്താൻ സേവിയറിൻ്റെ ഇതിന് കൊടുത്ത ഒരു ഇൻട്രോ വേറെ ലെവലാണ് മോനെ. ആ ഇൻട്രോ നിങ്ങൾ കാണണം, നല്ല രസം കേട്ടോ. ആ ഇൻട്രോ പുള്ളീൻ്റെ കാണുന്നതും അതിൻ്റെ പുള്ളീൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം വേറെ ലെവലാണ്. പിന്നെ നമ്മുടെ ക്ലീറ്റസ് മോൻ, നമ്മുടെ ധർമ്മജൻ, പുള്ളി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ടൈമിങ്, പുള്ളിയുടെ കോമഡിയുടെ ടൈമിങ് വേറെ ലെവൽ. ചിരിച്ചെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഷാജി പാപ്പൻ്റെ നേരെ പാപ്പ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ, ഷാജി പാപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അത് ലോക കോമഡി ആയിരിക്കും. പക്ഷെ അത് കേട്ട് കഴിയുമ്പം നമുക്കറിയാം, ചിലപ്പോൾ നമുക്ക് ചളി തോന്നും. എന്നാൽ പോലും അത് ആ ലെവലിൽ. ഇത് മൂവീൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അകത്ത് ഒരു ചെറിയ ട്രംപും ഡോളറും മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും അത് ഫുൾ ചളി. ബട്ട് ദ വേ ഹി ഹാസ് ആക്ടഡ്, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും പുള്ളിയുടെ ടൈമിങ്ങും കോമഡിയുടെ, അത് നമ്മൾ ചിരിച്ച്
ഭയങ്കര രീതിയാണ് ഇതിൻ്റെ അത്, ഭയങ്കര കോമഡിയാണ്. പിന്നെ ഞാൻ പറയുന്ന പിന്നെ നമ്മുടെ കാസ്റ്റിങ്ങിനകത്ത് നെക്സ്റ്റ് വരുന്നത് സൈജു കുറുപ്പ് നമ്മുടെ അറക്കൽ അബു. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ എല്ലാവരുടെയും കാസ്റ്റ് ചെയ്ത സമയത്ത് അവർക്കുള്ള ഓരോ റോളിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ അകത്ത് ഓരോ കഥാപാത്രവും ഓരോ കാസ്റ്റിങ്ങിൽ വരുന്ന ഒരാളും എല്ലാവരെയും നമ്മൾ എപ്പോഴും ഓർക്കും. കാരണം അമ്മാതിരി പേരാണ് അവർക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ അറക്കൽ ജസ്റ്റ് അബു ആണ് പേര്. അറക്കൽ അബു ഇടുന്നു ഡ്യൂഡ്. പിന്നെ സേവിയർ ആണ് പേര്, സാത്താൻ സേവിയർ. അങ്ങനെ കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുമ്പം അത് വളരെയധികം നല്ലൊരു കോമ്പിനേഷൻ. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര രസമാണ്. നമ്മുടെ സൈജു കുറുപ്പിൻ്റെ അറക്കൽ അബുവിൻ്റെ റോള് പുള്ളി എനിക്കൊന്ന് ആദ്യത്തെ സിനിമ തൊട്ട് ഈ സിനിമ വരെ 3-ാം ഭാഗം വരെ ഇവരുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂം, ഇവരുടെ എല്ലാവരുടെയും മേക്കപ്പ്, താടി, മീശ, മുടി എല്ലാം ഒരേപോലെ തന്നെ, വേറെ ഒരു വ്യത്യാസമില്ല. അതാണ് ആ ജെന്യൂനിറ്റി. അതിൻ്റെ ആ സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറായ വിജയ് ബാബു, നമ്മുടെ ഷർബത്ത് ഷമീർ, എനിക്ക് പുള്ളിയുടെ റോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് പുള്ളീൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു കള്ളൻ പിടിക്കുന്ന ഒരു സീന്, പുള്ളി ഓവർടേക്ക് ചെയ്ത് ചാടി വന്ന് ഇടിച്ച് ഷർബത്ത് പിഴിയുന്ന ആ സീന്, ഓ മാൻ, ചിരിച്ചിരിച്ചെന്ന് വെച്ചാൽ തിയേറ്ററിൽ വേറെ ലെവൽ റെസ്പോൺസാണ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആൾക്കാർക്ക്. ഞാനിവിടെ ഡൽഹിയിലിരുന്നാണ് കണ്ടത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ, എൻ്റെ സൈഡിലിരുന്ന ഒരു അങ്കിള് ഫുൾ ടൈം ചിരിയായിരുന്നു. അങ്കിളുടെ സംവേറെ ഒരു 50-55 ഏജ് കാണും പുള്ളി. മുന്നേ ഇരുന്ന റോ ഫുൾ എൻറ്റയർലി കോളേജ് ടീംസാണ്. അവർ ഫുള്ള് കോളേജ് യൂത്ത് പിള്ളേരാണ്. അവരും ഫുൾ ദേ വെർ എൻറ്റയർലി ലഫിങ്. അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ പടം വിജയബാബു പറഞ്ഞത് ഇതാണ്: 10 വയസ്സ് മുതൽ 70-80 വയസ്സ് വരെ പ്രായമുള്ള ആർക്കും ഈ പടം വളരെയധികം എൻ്റർടൈനിങ് ആയി തോന്നും. ഇത് ആ ഒരു റേഞ്ചാണ്, ആ റേഞ്ചിലുള്ള ആർക്കും ഇഷ്ടപ്പെടും. അത് സത്യമാണ് പറഞ്ഞത്. അത് ഞാൻ ഇന്നലെ പടം പോയി കണ്ടപ്പം എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അത് നമ്മുടെ പല ആൾക്കാരും ഉണ്ട് എടുത്തു പറയേണ്ടത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഷാൻ റഹ്മാൻ പുള്ളി പൊളിച്ചു. പുള്ളി ഇത്രയും വൃത്തിയായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തു. ഇത് എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ ഏറ്റവും കൂടുതൽ വലിയ ഹൈലൈറ്റ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ പുറകെ നിന്ന് എല്ലാവരും വളരെയധികം ഓരോരുത്തർക്കും ഇൻട്രോയുടെ സമയത്ത് അവരുടേതായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അവരുടേതായിട്ടുള്ളൊരു തീം സോങ്, അത് എല്ലാ തീം സോങ്ങും സൂപ്പർ. എല്ലാ തീം സോങ്ങും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനിപ്പം ഇന്നലെ പടം കണ്ടിട്ട് വന്നു. ഞാനിപ്പോൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ മൈൻഡിൽ വന്ന് സാത്താൻ സേവിയർ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഷാജി പാപ്പൻ പരപ്പനൊക്കെ. അതാണ് ആ മൂവിയുടെ ഒരു വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു മലയാള സിനിമ നമ്മൾ കണ്ട് പൊട്ടിച്ചിരിച്ച് തിയേറ്ററിൽ പോയി. അത്രയ്ക്ക് നല്ല ഒരു അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. കാസ്റ്റിംഗ് ഞാനീ പറഞ്ഞത് ലീഡിങ് ആക്ടേഴ്സ്, ഇതിൻ്റെ അല്ലാതെ കുറേ പേരുണ്ട്. ഈ വട്ടം ഇവരൊരു ഫോറിനർ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി എനിക്കൊന്ന് കാനഡയിൽ ഞാൻ കേട്ടൊരു കനഡിയൻ ആക്ട്രസ്സാണ്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് സായിപ്പിൻ്റെ ആ സീന് ഉണ്ട്. അതിനകത്ത് അടിപൊളി ആയിട്ട് പുള്ളിക്കാരി അഭിനയിച്ചു. പുള്ളിക്കാരി മിക്സ് മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. കാരണം ആ ബോഡി മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ, ആക്ഷൻ സീനും ഫൈറ്റ് സീക്വൻസും ഒക്കെ പുള്ളിക്കാരിയുടെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം അതും സൂപ്പറായിരുന്നു. അങ്ങനെ 1-2 പുതിയ സ്റ്റാർസിനെ അവർ ഇതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരാളെയും കൂടെ വിട്ടുപോയി, നമ്മുടെ എല്ലാവരുടെയും ആയ ഇന്ദ്രൻ ചേട്ടൻ, നമ്മുടെ ആശാൻ ഈസ് നെക്സ്റ്റ് ലെവൽ. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ എപ്പോഴും സ്ക്രീനിൽ ഇന്ദ്രൻ ചേട്ടനെ കാണുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അത് ഏത് റോളായിക്കോട്ടെ. ഇത് കോമഡി എന്ന് പറയുമ്പം നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ്റെ ബ്ലഡിലുള്ളതല്ലേ കോമഡി കാര്യങ്ങളൊക്കെ. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പുള്ളിയുടെ ആ മേക്കപ്പും വെള്ളമുടിയും വെള്ളമീശയും, ഒരു പൊളിറ്റീഷ്യനെ പോലെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സീനുണ്ട്, പുള്ളി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ, അതൊക്കെ വന്ന് ഡയലോഗ് ഡെലിവറി ഷമീറിനിട്ട് പണിയുന്നതും, ഓരോ പരിപാടി, ഓരോ സീൻസും
ഈസ് സൂപ്പർ. മൂവി ഗൂഗിളിൽ കാണിക്കുന്ന 2 hours 20 minutes ആണ്, പക്ഷേ 2 hours 20 minutes അല്ല, അത് സംവെയർ നിയർലി 3 hours ഉണ്ട്. കാരണം എങ്ങനെ പോലും ഒരു 2 hours 50 minutes 45 minutes നിയർലി 3 hours ആ പടമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഒരു 5-10 minutes എവിടെയെങ്കിലും കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 2.5 hours മൂവി 2 hours 20 minutes 30 minutes അകത്തിൽ ഉള്ളിൽ പടമാക്കിയായിരുന്നു കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറച്ചും കൂടെ നല്ലതല്ല, ജസ്റ്റ് ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. കാരണം ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വലുതായിട്ട് പറയാനില്ല, നമ്മൾ ബോറാവുമോ അങ്ങനെയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒരു 10-15 minutes ഒന്ന് ട്രിം ചെയ്താൽ എനിക്ക് തോന്നുന്നു പടം ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. കാരണം കുറച്ച് ലെങ്തി പടമായിരുന്നു, കോമഡി. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട സ്റ്റോറി ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഇത് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രാവൽ എന്നൊരു കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ അകത്ത് ഒരു സ്പോയിലറും കൂടെ ഉണ്ട്. ഇനിയും ഇതിൻ്റെ ഒരു ഭാഗം കൂടെ വരാനുണ്ട്. പാർട്ട് 3 തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് എൻഡിങ്ങിൽ പാർട്ട് 1 ആണ്, പാർട്ട് 3 വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ അകത്ത് എടുക്കുന്നുണ്ട്. ബട്ട് വി ഡോണ്ട് നോ എപ്പോഴാണ് അത് റിലീസ് ചെയ്യാൻ പോകുന്നത്, എപ്പോഴാണ് അതിൻ്റെ സ്ക്രിപ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എന്താണ് ഒന്നും അറിയില്ല. ഇതുവരെ നോ അപ്ഡേറ്റ്സ്. പക്ഷേ ഒരു പാട്ടും കൂടെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു കോമഡി ഫിലിം പല ഭാഗങ്ങളിലായിട്ട് വരുന്നത്, അതും നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഹരിഹർ നഗർ, ഗോസ്റ്റ് ഹൗസ് അങ്ങനത്തെ കുറച്ച് സിനിമകൾ നമ്മൾ കണ്ടുള്ളൂ. ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇതുപോലെ കോമഡി പല ഭാഗങ്ങളായിട്ട് വരുന്നത് വളരെ റെയറാണ്. ഞാനങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിലിടുക. പിന്നെ ഞാൻ അധികം നീട്ടാതെ പറയുന്നു, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. പൊളി പടം, പൊളി എന്ന് വെച്ചാൽ പൊളി, വേറെ ലെവൽ കോമഡി. നിങ്ങൾ ചിരിച്ച് പറയണ്ട. നിങ്ങൾ ഭയങ്കര അധികം വിഷമത്തോടെ നല്ലൊരു വീക്കെൻഡ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഗോ ബുക്ക് ടിക്കറ്റ്, ദെൻ വാച്ച് ഇറ്റ് വിത്ത് യുവർ ഫാമിലി, വിത്ത് യുവർ ഫ്രണ്ട്സ്, വിത്ത് യുവർ ആരുടെ കൂടെ പോയാലും യു ഗോണ ലവ് ഇറ്റ്. നിങ്ങൾ ഈ സിനിമ തനിച്ചിരുന്ന് പോലും കാണുകയാണെങ്കിൽ യു ഗോണ ലവ് ഇറ്റ്. പിന്നെ ഫസ്റ്റ് പാർട്ട് കാണണോ സെക്കൻഡ് പാർട്ട് കാണണോ മനസ്സിലാവത്തില്ലേ, നേരെ വന്ന് തേർഡ് പാർട്ട് കണ്ടാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഫസ്റ്റോ സെക്കൻഡ് പാർട്ടിൽ നിന്ന് റെഫറൻസ് ഒന്നുമില്ല. പിന്നെ ആകെ റെഫറൻസ് ഉള്ള അതേ ക്യാരക്ടേഴ്സ്, അതേ ഫുൾ ടീമാണ് മൂന്നാം ഭാഗത്തിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം നമ്മൾ ഷാഹിദ് പാപ്പിൻ്റെ എൻട്രി കാണാൻ നമുക്കറിയാം, പുള്ളി മാൻ ഇതാണ് ഷർബത്ത് ഷമീർ, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് വരും. നമുക്കറിയാം അവർ പൊളിയാണ്. പഴയ ഭാഗങ്ങളിലും ദ ലീഡിങ് ടീം. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുപോലെ നല്ല സൂപ്പർ ഡൂപ്പർ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യും. പ്ലീസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലീവ് എ ലൈക്ക്. പ്ലീസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ലീവ് എ കമൻറ്റ്. ഇനിയും ഞാൻ ഏതൊക്കെ മൂവീസിനെ പറ്റി റിവ്യൂ ചെയ്യണം എന്നോട് പറയുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലിടാം. പിന്നെ ഈ ചാനലിന് താഴെ ഒരു ഐക്കോൺ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, സബ്സ്ക്രൈബ് എന്ന് എഴുതിക്കൊണ്ട്, അതങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം ഒന്നുമില്ല, നിങ്ങൾക്കൊന്നും പോത്തൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോന് സമയമുണ്ട്. അതുവരെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ.